അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടേനെ, അതൊന്ന് പൊന്തി വന്ന് പിന്നെ താന്ന് പോയിട്ടുണ്ടേനെ. അതെന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്ന് ഞാൻ ഒരു പച്ച കളറിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടില്ല എല്ലാ മല്ലിച്ചപ്പൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി അതിലേക്കുള്ള സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ എപ്പോഴും രതീഷണ്ണൻ ഉറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് സവാളയും തക്കാളിയും പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അത് ഞാൻ പറ്റ ചെറുതാക്കിയൊന്നുമല്ല, ഒരു മട്ടത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. എങ്ങനെയായാലും ഒന്ന് വാടി കിട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പച്ചമുളക് 3 ചേർത്തത്. ഇതൊരുമില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് ചേർത്ത് കൊടുത്തേണേ. പിന്നെ ഒരു 3-4 അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ടേനെ. ഇന്ന് നമ്മുടെ കഥാനായകൻ രാവിലെ തന്നെ ഉണർന്ന് വന്നിക്കണേ. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ സമയമായിക്കണ്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകത്തിൻ്റെ പൊടിയും ആണ് ചേർക്കണേ കേട്ടോ. പിന്നെ മല്ലിയിലല്ലേ ഉള്ളത് ഞാൻ ആണ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മല്ലിയില മാത്രമേ ഉള്ളൂ അതിന് ഉണ്ടായിനത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ചട്ടി വെച്ചിട്ട് ആ അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ സെനിക്കുട്ടനെ ഞാൻ ഒരു വിധത്തിൽ പോയിട്ട് കിടത്തി ഉറക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേങ്കിൽ ഇന്നാൾ വലിയ എന്താ പറയുക, ഭയങ്കര ഇതിലാണ് കേട്ടോ. തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ടായിന്. പിന്നെ ഓനൊക്കത്ത് വെച്ചിട്ടായി ബാക്കിയുള്ള പണികൾ. പിന്നെ ഓൻ്റെത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് മാത്രം സമയം നമുക്കില്ലല്ലോ. അപ്പം മറ്റവർക്ക് പോകാനാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുട്ട ഒന്ന് എണ്ണയിലിട്ട് മസാല ഒന്നും ചേർത്തൊന്ന് വയറ്റിയൊന്നും എടുക്കാഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കൂടി ഒക്കത്തേക്ക് ഇരുന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ട് കടന്നിട്ടുണ്ടായിന് കേട്ടോ. ഇടയിലൊരു സാധനം വിട്ടല്ലോ. അതിലുണ്ട് ഹാദ വരുമ്പോ എന്താണ് വരേണ്ടത്? നിയക്കുട്ടിക്ക് ഇന്ന് എക്സാം ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊന്ന് ഒരു സമയം ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം 2 ദിവസം ഇടാതായപ്പോൾ നിങ്ങൾ എന്നെ മറന്നോ? അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി, നമ്മുടെ വെള്ളപ്പവും റെഡിയായി. അപ്പം ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. ചായ ഒലുക്കൊക്കെ കൊടുക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചായ കുടിക്കുള്ളൂ കേട്ടോ. മുട്ടക്കറിയിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇത്തിരി മല്ലിയിലൊക്കെ തൂവാം. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് വിട്ടു പോയിട്ടുണ്ടായിന്. അങ്ങനെ ചായയുടെ അംഗം കഴിഞ്ഞു. ഇനി പാത്രം കഴുകൽ അംഗമാണ്. അപ്പം ഇനി പാത്രങ്ങളൊന്ന് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അരക്കാനും പിടിച്ചാനും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര അധികം പാത്രങ്ങൾ. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ കഴുകി മുഴുവിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമ്മളെ കഥാനായകൻ എണീച്ചു വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോഴാണ് എണീച്ച് വരുന്നത്. അപ്പോൾ ഓന് മുട്ടയും ചായയും ഒക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ അപ്പൊന്നും വേണ്ട, വെറും മുട്ടയും ചായയും ആണ് കേട്ടോ കുടിച്ചത്. അപ്പം നമ്മുടെ പാത്രം കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടേനി. അപ്പം അതിൻ്റെ മുന്നേ ഞാനിവിടെ ചോറ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിനി കേട്ടോ. അപ്പോൾ അത് വാർക്കാൻ സമയമായപ്പോൾ വേഗം വന്നിട്ട് അത് ഊറ്റാൻ നിന്നിട്ടില്ല, വാർക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഇനി കുറച്ചധികം തോരടാനുണ്ട്. വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം രാവിലെ തന്നെ അലക്കൽ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ താഴത്ത് വെയിൽ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വാർപ്പിന് മുകൾക്കത്തൊക്കെ കുത്തി കടഞ്ഞ് കയറി വന്നിക്കണത്. ഇനി വേഗം ഇവിടെ തോരട്ടിട്ട് തടി സലാമത്താകട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണക്കമീനായി പോകും. അമ്മാതിരി വെയിലാണ് കേട്ടോ. വെയിൽ വന്നപ്പോൾ അടിപൊളി വെയിലാണ് വന്നിക്കണത്. അജിക്കുട്ടനെ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് എന്താ വെച്ചാൽ, അജിക്കുട്ടനെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓന് പരീക്ഷ ഉച്ച കഴിഞ്ഞിട്ടും നിയമമൊക്കെ രാവിലെയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ സെനിമോന് എൻ്റെ കൂടെ പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര അലമ്പാക്കിയപ്പോൾ അജു ഓനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. കാറും വണ്ടിയൊക്കെ എടുത്ത് വന്നിക്കണേ. കുറച്ച് സമയം ഇവിടെ കളിച്ചാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കുട്ടി അവിടെ നിന്ന് നീച്ചണോ എന്തണോ ഒക്കെ നോക്കിക്കട്ടോ. ആ
കുട്ടീനെ നോക്കിക്കട്ടോ, കുട്ടീനെ പറ്റി അന്റെ കാര്യം നോക്കിക്കട്ടോ. അവിടെ നിക്കാൻ നിക്കണ്ട, നിന്നാ കമ്പിമ്മക്ക് എന്താണെന്ന് നിക്കരുതിട്ടോ. ആ എന്റെ കാര്യേ ഇജന്നെ നോക്കിക്കോ. ഇങ്ങോട്ട് പോര്, 2-3 ഇവിടെ വന്നിട്ട് എണ്ണ. അപ്പം അത് ഞാൻ തമ്പനയിലെ ഇതിൽ അതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. നമുക്ക് ഈ അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയാൻ സമയം കിട്ടുമ്പോഴാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ, എനിക്കും അങ്ങനത്തെ, ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എല്ലാ മനുഷ്യനും ഉണ്ടാവും നല്ലതും ചീത്തയും. അന്ന് പോലൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ നല്ല ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒഴിഞ്ഞ സമയം ഉണ്ടാകുമ്പോഴാണ് ഈ മറ്റുള്ളവരുടെ കുറ്റം നോക്കാനും അവരെ കുറിച്ചിട്ട് പറയാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനും ഒക്കെ എന്താ പറയുക, അതിനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയി നിൽക്കുക. അപ്പോൾ ഇനി വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ നമുക്ക് വല്ല ഗാർഡനിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വല്ല ബുക്ക് വായനയോ വല്ല എഴുത്തോ കുത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ സമയം ചെലവഴിച്ചാൽ ഈ കുശുമ്പ്, കുന്നായ്മ ഇതൊന്നും പറയാൻ അതിനുള്ള എന്താ പറയുക ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കുറയും. കാരണം നമുക്ക് വേറെ പണികളുണ്ട്, ആ സമയത്ത് വേറെ പണികളുണ്ട്. ശരിക്കും നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും ഈ ഒരു എന്താ പറയുക നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് സമയം ഉണ്ടാകുമ്പോഴാണ് ഈ വക പണികൾക്കൊക്കെ നിൽക്കുന്നതും. അതേപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കലും പിന്നെ കാട് കയറി നമ്മളെ ഇല്ല ഹാപ്പിനെസ് കുറക്കണത്. അപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കാൻ നമ്മൾ എന്താ പറയുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇനിയിപ്പോൾ വരെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഹാപ്പിയാക്കി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ കാര്യം. ഞാനും ആദ്യം ഒരുപാട് കാട് കയറി ചിന്തിച്ച് കുറച്ച് സമയം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ വിഷമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. കാരണം പുതിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചാല്ലെങ്കിൽ പിന്നെ പഴയതോട് നേരെ എടുത്തിടും. അങ്ങനെയൊക്കെ ചിന്തിച്ചിന് കേട്ടോ. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് എൻഗേജ്ഡ് ആയി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നെഗറ്റീവ് ചിന്തകളൊന്നും വരില്ല. നമുക്ക് എന്താ പറയുക നമ്മൾ ഉള്ളതിൽ പ്രസൻറ്റിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇപ്പം സമയം 3 മണിയാവാനായേ. ജനിക്കുട്ടന് നല്ല ഉറക്കമാണ്. പക്ഷേ എനിക്കെന്താണാവോ ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കിച്ചണിൽ കയറാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ പാസ്ത ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ബാക്കി പാസ്ത കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഗോതമ്പിൻ്റെ പാസ്തയല്ലല്ലോ, പാസ്തയാണ്, ഡിസനോ പാസ്ത കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക 0 കൊളസ്ട്രോൾ ആണ്, ട്രാൻസ്ഫാറ്റ് ഫ്രീ ആണ്, പിന്നെന്താ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1 കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് ഞാൻ 220 എത്ര രൂപക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് മുമ്പ് ഞാനിതിനെക്കുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആരെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര ഈ 130 രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ. അത്രക്കൊന്നും നമ്മളെവിടെ ഒന്നും ഇത് വാങ്ങാൻ കിട്ടൂല കേട്ടോ. അത് വേറെ കാര്യം, അതിൻ്റെ തോന്നലാണാവോ. ഞാൻ 1-2 പ്രാവശ്യം വാങ്ങിയപ്പോഴൊന്നും ഇത്ര വിലക്കുറവിലൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ അകാരോൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചെടുത്ത് ഉപ്പിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. പാസ്ത ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടായിനി. അപ്പം ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് റെസിപ്പി ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകണുള്ളൂ കേട്ടോ. ഇപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടാക്കിയതെന്ന് അതേ ഒരു സെയിം തന്നെ. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഉള്ളത് ചേർക്കും, ഇല്ലാത്തത് ചേർക്കൂല. ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം ഇന്നും ആ ഒരു രീതി തന്നെയാണ് ഉണ്ടാക്കണേ. ഞാൻ കുക്കിങ്ങിൽ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഞാനും പലതും യൂട്യൂബിലും അവിടെ ഇവിടെ നോക്കിയിട്ടും പലരും ഉണ്ടാക്കണ കണ്ട് റെസിപ്പി ചോദിച്ചറിഞ്ഞും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഉണ്ടാക്കി പഠിച്ചത് കേട്ടോ. അപ്പോൾ അത് അതിക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറികളാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ പാസ്ത എടുത്ത് ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിരിക്കണേ. അപ്പം ചിലപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ ഇങ്ങനെ വരുവേ, ജൂനിയർ മോളൊക്കെ. അപ്പോൾ ഓൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ചേച്ചൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിക്കുള്ള സവോളയും
തക്കാളിയും വെളുത്തുള്ളിയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് 2.5 ലിറ്ററിൻ്റെ ഒരു പാനാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഈ വെയിലുള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും തോന്നാഞ്ഞത്. അപ്പം ഞാൻ പാന് ചൂടായപ്പോൾ അതിക്കൊരു ബട്ടറിൻ്റെ പീസ് ഇട്ടെടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ഉണ്ടല്ലോ പച്ചക്കറികൾ, അതൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഞാൻ നേരത്തെ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തതിൻ്റെ ബാക്കി ഇത്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടായത് ഞാനൊരു 3 പീസോ 4 പീസൊക്കെ ഉള്ളതിന് കേട്ടോ. അതേക്ക് ചേർത്ത് കൊടുത്തേ. പിന്നെ ഒന്നൊന്ന് കുക്കായി വന്നതിന് ശേഷമാണ് ഞാൻ അതിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണേ. അപ്പോൾ ഞാൻ മുളകാ ഇട്ടത് കുറച്ചൊന്ന് കൂടിപ്പോയി, ഒരു ഇത്തിരി സ്പൈസി ആയിട്ട് ഇനിയിട്ടാ. പിന്നെ കുട്ടികളത് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് അതങ്ങോട്ട് ഒരു മട്ടത്തിനാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അത് വാടി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും ഇതുവരെ ചേർത്തില്ലല്ലോ. അപ്പോൾ ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് കണ്ട് ഇതിൻ്റെ ഒരു പകുതിയൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ആ സാധനം ഒക്കെ കളഞ്ഞിട്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തല്ലോ, ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാസ്ത ഊറ്റി വെച്ചിട്ടുണ്ടേനി കേട്ടോ വെന്ത് വന്നപ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും ആ പാനൊന്ന് കഴുകി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിക്ക് ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാപ്സിക്കും അല്ലേ, അത് രണ്ടും ചേർത്തുകൊണ്ട് ഒന്ന് അടച്ചിക്കണേ, ഒന്നൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് ബാക്കി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത പച്ചക്കറികളൊക്കെ അല്ലേ, അതൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് പിന്നെ മിക്സിൻ്റെ ചാറ് കേൾക്കിയാണ്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇന്നിപ്പോൾ ചീസും ടൊമാറ്റോ സോസും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെള്ളം ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പാസ്ത ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എൻ്റെ അടുത്ത് നമ്മുടെ ജനിക്കുട്ടനെ എണീച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതാണ് ജനിക്കുട്ടനൊക്കത്ത് കണ്ടത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഫിമോള് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇളച്ചൻ്റെ മോള്. അപ്പോൾ ഓള് വന്നപ്പം പിന്നെ ഓള് കൂടെ അവിടെ കിടന്നപ്പോൾ കുറച്ച് സമയം പിന്നെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നീയക്കുട്ടി ഉറങ്ങിയിട്ടോ. അതാണ് ഈ സമയത്തൊന്നും ഓളെ കാണാത്തത്. ഓൾ പരീക്ഷ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ തിന്ന് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല ക്രീമി പോലെ ആയിട്ടില്ലെങ്കിലും നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നീയക്കുട്ടിയും ജനിക്കുട്ടനും ഒക്കെ ഉറക്കാണ് കേട്ടോ. അപ്പം ഞാൻ പാസ്ത റെഡി ആയിക്കന്നെ ഞാനും അഫിമോളും കൂട്ടിയിട്ട് കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് പാസ്ത കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ തൊട്ടടുത്തുള്ള കട തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് കടയൊക്കെ തുറന്ന് ടൊമാറ്റോ സോസൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മക്കൾ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ ആകെ ഉറങ്ങി തൂങ്ങി വാടി ഒരുമാതിരി ആയിട്ടുണ്ടായിനി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ കാര്യമായിട്ട് വാങ്ങിയത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇങ്ങോട്ട് എത്തണ്ടേ, നീളം വേണ്ടേ മനുഷ്യന്. അപ്പം ഞാൻ വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വെയിൽ വന്നിട്ടുണ്ടേനി. നല്ല വെയിലാണ് കേട്ടോ. പിന്നെ മക്കളെ വരവൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. അടിപൊളി വെയിലാണ് കേട്ടോ അകത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ പാത്രങ്ങളുടെ ലിങ്കും പാസ്തൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ വീഡിയോയുടെ അടിയിലും ഞാൻ കുറച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചെങ്കിൽ അതിൽ നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പം നല്ലതായ പ്രൊഡക്റ്റുകളെ ലിങ്കുള്ളൂ കേട്ടോ ഞാൻ കൊടുക്കൽ. ഇനിയിപ്പോൾ കേടന്നതിൻ്റെ അങ്ങനത്തെ ഞാൻ ലിങ്കുകളൊന്നും അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. കാരണം നല്ലതാകുമ്പോഴാണല്ലോ അതെനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനും പറ്റുക. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അപ്പോൾ അഭിപ്രായം കമൻ്റ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.